ഹായ് ട്രേഡേഴ്സ്. ഇന്ന് നമ്മൾ എല്ലാ ആളുകളും പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ള ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റാണ് സ്ക്രീനർ എന്ന് പറയുന്നത്. പല ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം സ്ട്രെങ്ത് ആയിട്ടുള്ള കമ്പനീസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. ഒരു ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. സ്ക്രീനർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കുറച്ച് ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്ക്രീനറുള്ള പ്ലാറ്റ്ഫോം ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇത് ഓപ്പൺ ആക്കാം. ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം. അതിനുശേഷം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. അതിനുശേഷം ഇവിടെ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞ ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ സ്ക്രീനിന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനീസിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. പൊതുവെ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 20,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ പാരാമീറ്റർ മാർക്കറ്റ് ക്യാപ്പാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ ഇവിടെ ഒരു 15,000 കോടി ആണ് എടുക്കുന്നത്. 15,000 കോടി. അതിനുശേഷം ആൻഡ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കുക. ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് 15,000 കോടി രൂപ ഉള്ള സ്റ്റോക്കുകൾ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് റൺ ദിസ് ക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത 15,000 കോടി രൂപക്ക് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസ് ഇവിടെ വരും. ഇവിടെ വാല്യൂസ് 20,000 ആണെങ്കിൽ 20,000 കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് കുറച്ചും കൂടി പാരാമീറ്റേഴ്സ് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അതിലിപ്പോൾ ആദ്യമായിട്ട് കമ്പനീസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി മികച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആണല്ലോ നമ്മളെല്ലാ ആളുകളും തേടുന്നത്. അപ്പോൾ ആ ഒരു പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുക്കാൻ സാധിക്കും. പ്രോഫിറ്റ് ഗ്രോത്താണ്, ഒരു വർഷത്തെയല്ല. പ്രോഫിറ്റ് ഗ്രോത്ത് ഒരു 5 ഇയറിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ ഒരു 15% എന്നുള്ളൊരു ക്രൈറ്റീരിയ. അപ്പോൾ എന്താണ്? മാർക്കറ്റ് ക്യാപ്പ് 15,000 കോടിക്ക് മുകളിൽ, പ്രോഫിറ്റ് ഗ്രോത്ത് ലാസ്റ്റ് 5 ഇയർ 15% മുകളിലുള്ള അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കിട്ടും. ഇവിടെ വെച്ച് മതി എങ്കിൽ ഇവിടെ വെച്ച് റൺ ദിസ് ക്വയറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിൽക്കും. കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആൻഡ് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അതിനുശേഷം നമുക്കറിയാം റിട്ടേൺ ഓൺ ഇക്വിറ്റി. എല്ലാ ആളുകളും വളരെ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും മറ്റുള്ള ഏത് മേഖലയിലുള്ള ഒരു അസറ്റ് ക്ലാസ്സിൽ നിന്ന് ആളുകൾ കൂടുതൽ, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ CAGR ആണ്, അപ്പോൾ സ്റ്റോക്കിലാണെങ്കിൽ ആളുകൾ നോക്കുന്നത് ROE ആണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 5 ഇയർ, അതും ഒരു 15% മുകളിൽ. അപ്പോൾ ആവറേജ് ഒരു 5 വർഷത്തെ ആണ്. നമ്മൾ ഒരു വർഷത്തെ അല്ല നോക്കുന്നത്, ലാസ്റ്റ് 5 ഇയർ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും ലാസ്റ്റ് 5 ഇയർ പെർഫോമൻസ് ആണ്. അതിനുശേഷം ഞാനിപ്പോൾ വീണ്ടും ഒരു ആൻഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ആളുകൾക്ക് കൂടുതൽ കടം കുറഞ്ഞ കമ്പനീസ് താല്പര്യമുണ്ട്, അല്ലേ? കടം കൂടിയ കമ്പനീസ് ആളുകൾക്ക് താല്പര്യമില്ല, നിക്ഷേപകർക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി ഇവിടെ മാത്രം ഗ്രേറ്റർ ദാൻ അല്ല, ഇവിടെ മാത്രം നമ്മൾ ലെസ് ദാൻ 0.5 താഴെയുള്ള സ്റ്റോക്കുകൾ, അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി കുറഞ്ഞിരിക്കണമല്ലോ. കമ്പനിക്ക് കടം കുറഞ്ഞിരിക്കുന്ന കമ്പനീസാണ് നമുക്ക് വേണ്ടത്. ഇത്തരം പാരാമീറ്റേഴ്സ് ഉള്ള കമ്പനീസിനെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും 88 കമ്പനീസാണ് ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മാർക്കറ്റ് ക്യാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പിൽ ഉള്ള കമ്പനീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് പല PE അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ ആളുകൾക്ക് വില കുറഞ്ഞ സ്റ്റോക്കാണ് വേണ്ടത്, ഇല്ല അബോട്ടാണ് ഏറ്റവും വലിയ കൂടിയ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ സ്റ്റോക്ക് വരുന്നത് റെഡിങ്ടൺ ആണ്. അപ്പോൾ അങ്ങനത്തെ പാരാമീറ്റേഴ്സിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ പാരാമീറ്റേഴ്സിൽ പല പാരാമീറ്റേഴ്സ് അനുസരിച്ച് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നേരത്തെ ഇപ്പോൾ 88 കമ്പനീസാണ് ഇവിടെ കാണേണ്ടത്. നമുക്ക് നേരെ ഇവിടെ ബാക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഒന്ന് ബാക്ക് പോകാം, അവസാനത്തിലേക്ക് പോകാം, അതായത് നമ്മുടെ ആ ഒരു സ്ക്രീനിലേക്ക് പോകാം. ഇവിടെ 0.5 നമ്മൾ പറയുന്നത് ഒരു 0.1 കടം കുറച്ചും കൂടി കുറയട്ടെ. അപ്പോൾ 60 കമ്പനീസാണ്, നേരത്തെ 80 കമ്പനീസായിരുന്നു. ഇനിയും കടം കുറച്ചുള്ള കമ്പനിയാണെങ്കിൽ 0.01 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കടം 13 കമ്പനീസാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇതിൽ LIC, മസഡോൺ,
ആക്ഷൻ CDCL. ഇപ്പോൾ ഇത്രയും കടം കുറഞ്ഞ ഇതിപ്പോൾ കടം അല്ല, നമുക്ക് ഡെപ്റ്റ് നമുക്ക് അത്ര കൺസേൺ അല്ല എങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.5 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കമ്പനീസ് വന്നു, 88 കമ്പനീസ് വന്നു. ഇതിനർത്ഥം ഈ ഒരു 88 കമ്പനീസ് ഈ ഒരു പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥമുള്ളൂ. ഈ പറയുന്ന നെസ്ലയിൽ നമ്മൾ നെസ്ലയിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ ടെക്നിക്കൽ അനാലിസിസ് അല്ല, ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് സ്റ്റോക്കിനെ എങ്ങനെ അറ്റ്ലീസ്റ്റ് പിക്ക് ചെയ്യാം ഉള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണിത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ എടുത്താൽ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.